നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്കൂട്ടി എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കുക എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂട്ടി ഓടിക്കാൻ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, സ്കൂട്ടി ഓടിക്കാൻ ഭയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്കും ഒരു സ്കൂട്ടി എങ്ങനെ ഓടിക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയും നമ്മൾ സ്കൂട്ടി എങ്ങനെ എടുക്കണം എന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം. അതുപോലെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഹാൻഡിൽ, ഇതാണ് ബാക്കിലെ ബ്രേക്ക്, അതുപോലെ തന്നെ ഇതാണ് ഫ്രണ്ട് ബ്രേക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ബ്രേക്ക് പിടിച്ചുകൊണ്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ചാവി ഇടുന്നത്. രാവിലെയൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ കിക്കറുണ്ട്, ഞാനത് കാണിച്ചു തരാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സ്വിച്ച്. ഇതാണ് ഇത്രയേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ആക്സിലേറ്റർ. അപ്പം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടത് നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു 2-3 പേപ്പറിൻ്റെ കനത്തിന് മാത്രമേ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുക. അതിൽ കൂടുതൽ കൊടുക്കരുത്, കാരണം നല്ല സ്പീഡായിട്ട് തെറിച്ച് പോകും. പെട്ടെന്ന് വണ്ടി ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഒരുപാട് ആക്സിലേറ്ററെ കൂട്ടി കൊടുക്കരുത്. അപ്പോൾ ആക്സിലേറ്റർ പിടിക്കേണ്ടത് നമ്മളിങ്ങനെ സെൻട്രലായിട്ട് പിടിച്ചാൽ മതി. അപ്പോൾ പിടിച്ചതുപോലെ തന്നെ നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടത് ഒരു 2-3 പേപ്പറിൻ്റെ കനത്തിന് മാത്രമേ ആക്സിലേറ്റർ കൊടുക്കാവൂ, കൂടുതലൊന്നും കൊടുക്കരുത്. നിങ്ങൾ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് നമ്മൾ സ്വിച്ച് ഓണാക്കി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ആക്സിലേറ്ററിൽ ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് ആ വൈബ്രേഷൻ എന്ന് മാറ്റി കഴിയുന്നതുകൊണ്ട് ഒരു 1-2 പേപ്പർ മാത്രമേ കൊടുക്കാവൂ. ഈ ഒരു രീതിയിൽ മാത്രമേ കൊടുക്കാവൂ, കൂട്ടി കൊടുക്കരുത്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് കിക്കർ. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിക്കർ അടിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് വേണ്ട, നമുക്ക് ഈ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച്. ഇതാദ്യം വിട്ടാൽ പാർക്ക്, അത് കഴിഞ്ഞ് ഹെഡ് ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് ഇതാണ് ഡിമ്മും ബ്രൈറ്റ് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇതാണ് ഹോണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം കയറിയിരുന്നിട്ട് നമ്മൾ ആദ്യം ബ്രേക്കിൽ പിടിച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓണാക്കി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു പേപ്പർ കനത്തിന് ആക്സിലേറ്ററിലോട്ട് വെച്ചതിന് ശേഷം ബ്രേക്കിൽ നിന്ന് മെല്ലെ കൈ വിട്ടതിന് ശേഷം ആക്സിലേറ്റർ പതിയെ കൊടുക്കുക. പതിയെ കൊടുത്ത് നമ്മൾ ആദ്യം കാല് വെക്കേണ്ടത് നമ്മളിങ്ങനെ ഈ 2 സൈഡിലും കാലിരിക്കുന്നിടത്ത് ബ്രേക്കിൽ നിന്ന് വിടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു സൈഡിലോട്ട് ചരിഞ്ഞുകൊണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലെ കാലെടുത്ത് വെക്കുക. റൈറ്റ് സൈഡിലെ കാലെടുത്ത് വെച്ച് മെല്ലെ നമ്മൾ ബ്രേക്കിൽ നിന്ന് വിടുന്നതനുസരിച്ച് ആക്സിലേറ്ററിൽ നിന്ന് പതിയെ കാല് കൊടുത്ത് വണ്ടി മൂവ് ആകുന്നതിനനുസരിച്ച് കാല് രണ്ടും കൂടെ എടുത്ത് ഇങ്ങനെ ഈ രീതി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഗ്രൗണ്ടുകൾ, നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ വേണം പോയി ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങളെ ആൻഡിൽ ഒരിക്കലും നിങ്ങൾ വളച്ച് ഈ ഒരു രീതിയിലോ വെച്ചോണ്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ നോക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ കാല് കുത്തി എടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വളച്ച് എടുക്കരുത്. കാരണം ഒരു കാരണവശാലും നമുക്ക് 2 കാലും മേളിൽ വെച്ച് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ വളച്ച് ഓടിക്കുവാനോ ഒന്നും നോക്കരുത്. അപ്പോൾ നല്ല പ്ലെയിനായ സ്ഥലത്തോ ഗ്രൗണ്ടായ സ്ഥലത്തോ വേണം ചെന്ന് പഠിക്കാൻ. അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ 2-3 പേപ്പറിൻ്റെ കനത്തിൽ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ആക്സിലേറ്റർ കൊടുത്തോണ്ട് ഈ ബ്രേക്കിലും പിടിക്കരുത്, ഈ ഫ്രണ്ടിലെ ബ്രേക്കും പിടിക്കരുത്. കാരണം വണ്ടി നിൽക്കത്തില്ല, ഈ റേസിങ്ങിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പതിയെ വണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ആക്സിലേറ്റർ ഇങ്ങനെ എടുത്തു 2-3 പേപ്പറിൻ്റെ കനത്തിന് വെച്ചിട്ട് നിങ്ങൾ ആ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിലെ ബ്രേക്ക് മാത്രമേ പിടിച്ച് വണ്ടി പതുക്കെ നിർത്താവൂ. അല്ല ഒരു കാരണവശാലും നിങ്ങൾ ഈ ആക്സിലേറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഫ്രണ്ടിലെ ബ്രേക്ക് പിടിച്ച് നിർത്തരുത്. കാരണം മറിഞ്ഞു വീഴും, നമുക്ക് പ്രയാസമാകും. കാരണം നമ്മുടെ കൈ ഒരിക്കലും നിങ്ങൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ റേസിംഗ് ഒന്നും മാറത്തില്ല. കൈ നിങ്ങൾ ആ ബ്രേക്കിലൂടെ പിടിച്ചുകൊണ്ട് വണ്ടി നിൽക്കത്തുമില്ല. ചിലപ്പോൾ മറിഞ്ഞു വീണാൽ നിങ്ങളുടെ കൈ ഇവിടെ തന്നെ റേസിങ്ങിലിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഫ്രണ്ടിലെ ബ്രേക്ക് പിടിച്ച് നിങ്ങൾ പഠിക്കരുത്, ബാക്കിലെ ബ്രേക്ക് പിടിച്ച് വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.